ഓ ഹെൻറിയുടെ പ്രസിദ്ധമായ ദ ലാസ്റ്റ് ലീഫ്. ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി ന്യൂയോർക്കിലെ ഗ്രീൻവിച്ച് എന്ന വില്ലേജിലേക്ക് ന്യൂമോണിയ കടന്നു വരികയാണ്. ആളുകളൊക്കെ രോഗശയ്യയിലാകുന്നു. ഈ ഘട്ടത്തിൽ ഒറ്റപ്പെട്ട ഒരു അപ്പാർട്ട്മെന്റിൽ രണ്ടാമത്തെ നിലയിൽ ഒരു മുറിയിൽ ഒരുമിച്ച് കഴിയുന്ന സുവും അവളുടെ കൂട്ടുകാരി ജോൺസിയും. ജോൺസി ന്യൂമോണിയ ബാധിച്ച് കിടപ്പാണ്. പരിചരിക്കാൻ കൂട്ടുകാരി കൂടെയുണ്ട്. പക്ഷെ ജോൺസി വളരെ വിപരീതമായ ഒരു മാനസികാവസ്ഥയിലാണ്. ഡോക്ടർ വരുന്നുണ്ട്, മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അവളുടെ ശരീരം പ്രതികരിക്കുന്നില്ല. ശരീരം മാത്രമല്ല, മനസ്സും പ്രതികരിക്കുന്നില്ല. അവൾ ജനാലയ്ക്കടുത്തുള്ള ബെഡിൽ കിടക്കുമ്പോൾ ആ ജനാലയ്ക്കപ്പുറത്ത് ആ നരച്ച ഭിത്തിയിൽ പടർന്നു കയറിയ വള്ളിയിൽ അവശേഷിക്കുന്ന ഇലകളിൽ നോക്കി കിടക്കുകയാണ്. ചെറിയ കാറ്റത്ത് ആ ഇലകൾ ഓരോന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ജോൺസി നിശബ്ദമായി എന്തോ മന്ത്രിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചപ്പോൾ ജോൺസി എണ്ണുകയാണ്, താഴേക്ക് എണ്ണുകയാണ്. 47, 46, 45. കൂട്ടുകാരി ചോദിച്ചു, എന്താ ജോൺസി, എന്താ നീ ഇങ്ങനെ എണ്ണുന്നത്? നിസ്സഹായയായി അവൾ പറഞ്ഞു, നീ കാണുന്നില്ലേ, ആ വള്ളിയിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് നീ കാണുന്നില്ലേ? ആ കൊഴിഞ്ഞു പോകുന്ന ഇലകൾ എൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുന്ന ദിവസങ്ങളാണ്, അവശേഷിക്കുന്ന മാത്രകളാണ്. നോക്കൂ, ഏതാനും ഇലകൾ മാത്രമേ ഇനി ആ വള്ളിയിലുള്ളൂ. അവ കൂടി കൊഴിഞ്ഞു പോകുമ്പോൾ ഞാനും അവയോടൊപ്പം ഈ ലോകം വിട്ടു പോകും. സുവ പൊട്ടിത്തെറിക്കുകയായിരുന്നു. നീ എന്ത് വിഡ്ഢിത്തമാണ്, ഭ്രാന്താണ് ഈ പറയുന്നത്? അവൾക്ക് നിയന്ത്രിക്കാനാകാത്ത വിധത്തിൽ അശുഭാപ്തി വിശ്വാസത്തിന്റെ അഗാധതയിലേക്ക്, ആഴങ്ങളിലേക്ക് ആ കൂട്ടുകാരി മുങ്ങിപ്പോയിരുന്നു. അവരുടെ താഴത്തെ നിലയിൽ ഒരു ചിത്രകാരൻ താമസിക്കുന്നുണ്ട്. ചിത്രകലയിൽ വലിയ പരാജയമായി പോയ മനുഷ്യൻ, ഒന്നുമാകാൻ ആഗ്രഹിച്ചതൊന്നും നേടാൻ സാധിക്കാതെ പോയ ഹതഭാഗ്യനായ ചിത്രകാരൻ. അയാൾ താഴെ വെച്ച് കൂട്ടുകാരിയോട് ചോദിക്കും, എങ്ങനുണ്ട് ജോൺസിക്ക്? വളരെ വിഷമത്തോടെ അവൾ പറഞ്ഞു, എന്തു പറയാനാണ്, അവൾ വല്ലാത്ത നിരാശയിലാണ്. അവൾ പറയുന്നു, നരച്ച ഭിത്തിയിലെ ആ വള്ളിയിലെ ഇലകളില്ലേ, ആ ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവസാനത്തെ ഇലയും കൊഴിഞ്ഞു തീരുമ്പോൾ അവൾ ഈ ലോകം വിട്ടു പോകുമെന്ന്. ചിത്രകാരന് അവളുടെ മാനസികാവസ്ഥ മനസ്സിലായി. അയാൾ എന്ത് ചെയ്തെന്നോ, ആ രാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് ഏണി വെച്ച് കയറി ആ ഭിത്തിയിൽ ഒരു പുതിയ ചിത്രം വരയ്ക്കുകയാണ്. ആ ചുവരിലേക്ക് പടർന്നു നിൽക്കുന്ന വള്ളിയിലെ അവശേഷിക്കുന്ന ഇലയുടെ ചിത്രം. കുറെ സമയം കഴിഞ്ഞപ്പോൾ ചിത്രം പൂർത്തിയായി. അദ്ദേഹം എന്നും ജീവിതത്തിൽ അവകാശപ്പെടുമായിരുന്നു, ഞാൻ എൻ്റെ മാസ്റ്റർ പീസ് വരയ്ക്കുമെന്ന്. ആ മാസ്റ്റർ പീസായിരുന്നു അദ്ദേഹം അവസാനമായി വരച്ച ആ ഇല. എത്ര സൂക്ഷ്മമായി നോക്കിയാലും അത് ആ വള്ളിയിൽ നിൽക്കുന്ന ഇലയായി മാത്രമേ തോന്നുകയുണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് പ്രഭാതത്തിൽ ഇനി 2-3 ഇലകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അന്ന് തന്നെ തനിക്കും ആ ഇലകൾക്കൊപ്പം യാത്രയാകാമെന്നുമുള്ള വിപരീതമായ പ്രത്യാശയോടെ ജോൺസി ജാലകം തുറന്നിടുമ്പോൾ വെറും 2 ഇലകൾ മാത്രം. വലിയ പ്രതീക്ഷയായിരുന്നു അവൾക്ക്. അപരാഹ്നമായപ്പോൾ അവൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇനി 1 ഇല മാത്രം. അവൾ അതിൽ തന്നെ നോക്കി കണ്ണു നട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. വൈകുന്നേരമായിട്ടും ആ ഇല കൊഴിയുന്നില്ല. അവൾക്ക് നിരാശയായി. രാത്രി അവൾ കണ്ണുകൾ മയങ്ങുന്നത് വരെയും ആ ഇലയെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. കാറ്റ് വീശുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തേ ആ ഇല മാത്രം കൊഴിയുന്നില്ല? വളരെ നിരാശയോടെയാണ് അവൾ മയക്കത്തിലേക്ക് പോയത്. നേരം പുലർന്നപ്പോ വളരെ പ്രതീക്ഷയോടെ ജാലകം തുറന്നിടുമ്പോ ആ ഇല അവിടെ തന്നെയുണ്ട്. അന്ന് ഉച്ചയ്ക്കും ആ ഇല അവിടെ തന്നെയുണ്ട്. അവൾക്ക് തോന്നി, ഇതൊരു പരീക്ഷണമാണ്, എനിക്ക് രക്ഷപ്പെടാൻ അവസരമില്ല, ഈശ്വരൻ എനിക്കെതിരാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓ ഹെൻറി പറയുന്നു, അവൾ മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ അശുഭാപ്തി വിശ്വാസത്തിൽ നിന്നുള്ള മോചനമാണ് അതിജീവനത്തിന്റെ മന്ത്രം, അതിന്റെ സൂത്രവിദ്യ എന്ന് പറഞ്ഞു തരികയായിരുന്നു ഓ ഹെൻറി മനോഹരമായ ഈ കഥയിലൂടെ.